അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് ഓവറാണ്. സ്റ്റീവ് സ്മിത്തിനോട് പാക് ആരാധകർക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇതാണ്. ഏറെ കൊട്ടിഘോഷങ്ങളോടെ ബിഗ് ബാഷ് ലീഗ് കളിക്കാനെത്തിയ പാക് താരങ്ങൾക്ക് ഇതത്ര നല്ല സമയമല്ല എന്ന് തോന്നുന്നു. മെല്ലപ്പോക്കിന്റെ പേരിൽ മുഹമ്മദ് റിസ്വാനെ മെൽബൺ റെനഗേഡ്സ് റിട്ടയർഡ് ഔട്ട് ആക്കിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ബാബർ അസമിനെ ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റീവ് സ്മിത്ത് നാണം കെടുത്തുന്നു. ഇന്നലെ സിഡ്നി തണ്ടേഴ്സ് സിഡ്നി സിക്സേഴ്സ് പോരാട്ടത്തിലെ 11ാം ഓവർ അവസാന പന്ത് ലോങ് ഓണിലേക്ക് അടിച്ചിട്ട ബാബർ റണ്ണിനായി ഓടിത്തുടങ്ങി. എന്നാൽ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്ന സ്മിത്ത് അനങ്ങിയില്ല. ഓടണ്ട, അവിടെ തന്നെ നിന്നു എന്നയാൾ ബാബറിനോട് വിളിച്ചു പറഞ്ഞു. റണ്ണിനായി സ്റ്റാർട്ട് ചെയ്ത് പിച്ചിന്റെ പകുതിയോളം എത്തിയിരുന്ന ബാബർ തിരിച്ച് ക്രീസിലേക്ക് ഓടി. അയാൾക്ക് അത് അവിശ്വസനീയമായി തോന്നി. സ്മിത്തിനോടുള്ള തന്റെ നീരസം മറച്ചു വച്ചില്ല ബാബർ. പവർ സർജിൽ താൻ സ്ട്രൈക്കിൽ ഉണ്ടാകണമെന്ന് സ്മിത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത് ബാബറിനെ അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടുകൂടിയാണല്ലോ. 11ാം ഓവറിൽ നേരത്തെ 3 പന്തുകൾ ബാബർ റണ്ണൊന്നും എടുക്കാതെ പാഴാക്കി കളഞ്ഞിരുന്നു. ആ ഓവറിൽ ആകെ പറന്നത് 2 റൺസാണ്. ദാറ്റ്സ് എ സ്മാർട്ട് ടാക്ടിക്കൽ മൂവ് എന്നാണ് കമന്ററി ബോക്സിൽ നിന്ന് അപ്പോൾ കേട്ടത്. ബിഗ് ബാഷ് ലീഗിൽ നിലവിലുള്ള പവർ സർജ് നിയമം ഇങ്ങനെ. റൂൾ അനുസരിച്ച് പവർ പ്ലേ 4 ഓവർ ആയിരിക്കും. 11ാം ഓവറിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ബാറ്റിംഗ് ടീമിന് പവർ സർജ് എടുക്കാം. ഈ സമയത്ത് ഇന്നർ സർക്കിളിന് പുറത്ത് 2 ഫീൽഡർമാരെ പാടുള്ളൂ. 2 ഓവറാണ് പവർ സർജിൽ ഉണ്ടാവുക. ബാറ്റിംഗ് ടീമിന് പവർ പ്ലേക്ക് സമാനമായി തകർത്തടിക്കാൻ തുറന്നു കിട്ടുന്ന സുവർണാവസരം. ഏതായാലും സ്മിത്തിന്റെ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല. റയാൻ ഹാഡ്ലി എറിഞ്ഞ 12ാം ഓവറിലെ ആദ്യ 4 പന്തും നിലം തൊടാതെ അതിർത്തി കടന്നു. 4 സിക്സും 1 ഫോറും അടക്കം ആ ഓവറിൽ ആകെ പറന്നത് 32 റൺസ്. BBL ഹിസ്റ്ററിയിലെ ഏറ്റവും എക്സ്പെൻസീവായ ഓവർ. 11ാം ഓവർ അവസാനിക്കുമ്പോൾ സിഡ്നി സിക്സേഴ്സിന് ജയിക്കാൻ 54 പന്തിൽ 81 റൺസ് വേണമായിരുന്നു. 12ാം ഓവർ അവസാനിക്കുമ്പോൾ അത് 48 പന്തിൽ 49ആയി കുത്തനെ ചുരുങ്ങി. നഥാൻ മക്കൻഡ്രിയോ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലെ ആദ്യ പന്തിൽ ബാബറിന്റെ കുട്ടി തെറിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പാക് താരം ഗ്രൗണ്ട് വിടുന്നതാണ് പിന്നെ കണ്ടത്. പുറത്തായതിലെ നീരസത്തെക്കാൾ സ്റ്റീവ് സ്മിത്ത് തന്നോട് ചെയ്തതിൽ അമർഷമായിരിക്കുമോ ബാബറിന്റെ ഉള്ളിൽ? ബൗണ്ടറി റോപ്പ് അമർഷത്തോടെ ബാറ്റ് കൊണ്ട് അടിച്ചു തെറിപ്പിച്ചാണ് ബാബർ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയത്. മത്സരത്തിൽ സ്റ്റീവ് സ്മിത്തിനൊപ്പം ഓപ്പണറുടെ റോളിൽ ക്രീസിലെത്തിയ ബാബർ 39 പന്തിൽ അടിച്ചെടുത്തത് 47 റൺസാണ്. 7 ഫോർ, ഒറ്റ സിക്സർ പോലുമില്ല. 120 ആയിരുന്നു പാക് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഇനി ഓപ്പണിംഗിൽ ബാബറിന്റെ പങ്കാളി സ്മിത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയായിരുന്നോ? 238. 42 പന്തിൽ 9 സിക്സും 5 ഫോറും സഹിതം സ്മിത്ത് അടിച്ചെടുത്തത് 100 റൺസ്. ആദ്യ വിക്കറ്റിൽ 141 റൺസാണ് ബാബർ സ്മിത്ത് ജോഡി സ്കോർ ബോർഡിൽ ചേർത്തത്. സ്മിത്തിന്റെ നിർണായക സെഞ്ചുറിയുടെ കാര്യത്തിൽ 16 പന്ത് ശേഷിക്കെ സിഡ്നി സിക്സേഴ്സ് മത്സരത്തിൽ 5 വിക്കറ്റിന്റെ ജയം കുറിച്ചു. 2 ക്യാച്ചും സ്വന്തമാക്കിയ സ്മിത്ത് തന്നെയാണ് കളിയിലെ താരം. ഫീൽഡിനിടയിൽ ബാബറും സ്മിത്തും ചേർന്നുണ്ടായ ഒരു ആശയക്കുഴപ്പവും മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി. 16ാം ഓവറിൽ നിക് മാഡിൻസൺ കളിച്ചൊരു സ്ട്രൈക്ക് ഡ്രൈവ് അനായാസം തടഞ്ഞിടാമായിരുന്നു. എന്നാൽ പന്ത് പിടിക്കാനായി ലോങ് ഓഫിൽ നിന്നും ലോങ് ഓണിൽ നിന്നുമായി ഓടിയെത്തിയ സ്മിത്തും ബാബറും തമ്മിലുണ്ടായ ആശയക്കുഴപ്പം പന്തിനെ ബൗണ്ടറി ലൈൻ കടത്തി. ഇതിൽ സ്മിത്ത് തൻ്റെ അതൃപ്തി ഗ്രൗണ്ടിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത പന്ത് സ്മിത്തിനടുത്തേക്കാണ് വന്നത്. ഓസീസ് താരം ഡൈവ് ചെയ്ത് അത് കൈപ്പിടിക്കലാക്കി. എന്നാൽ പന്ത് ബോളർക്ക് എറിഞ്ഞു കൊടുക്കുന്നതിനിടെ വീണ്ടും ബാബർ മുന്നിലെത്തി. ഇത് കമന്ററി ബോക്സിൽ ചിരി പടർത്തി. ഗെറ്റ് ഔട്ട് ഓഫ് ദ വേ ബാബർ എന്നാണ് അപ്പോൾ കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന മുൻ ഓസീസ് താരം മാർക്ക് വോ വിളിച്ചു പറഞ്ഞത്. മത്സരത്തിന് ശേഷം ബാബറിന് സ്ട്രൈക്ക് കൊടുക്കാതിരുന്നതിനെ കുറിച്ച് സ്റ്റീവ് സ്മിത്തിന് മുന്നിൽ ചോദ്യമെത്തി. ബാബർ അക്കാര്യത്തിൽ ഹാപ്പിയാണോ അല്ലേ എന്നറിയില്ല, പക്ഷേ ആ തീരുമാനം വിജയകരമായിരുന്നു എന്നായിരുന്നു സ്മിത്തിന്റെ മറുപടി. മത്സരശേഷം ബാബറിനെ ഗ്രൗണ്ടിൽ അധിക സമയം കണ്ടില്ല. ബാബറിന്റെ സ്ലോ സ്കോറിംഗ് റേറ്റ് അയാൾക്കൊപ്പം ബാറ്റ് വീശുന്ന സഹതാരങ്ങളെ സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടുമെന്ന് ഓസീസ് ഇതിഹാസം ആദം ഗിൽക്രിസ്റ്റ് അടുത്തിടെ പറഞ്ഞിരുന്നു. മെൽബൺ റെനഗേഡ്സിനെതിരായ മത്സരത്തിൽ ബാബറിന്റെ ഇന്നിംഗ്സ് കണ്ടാണ് കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന ഗിൽക്രിസ്റ്റ് ഇത് പറഞ്ഞത്. അന്ന് 46 പന്തിൽ 58 റൺസ് എടുത്ത പാക് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 126 ആയിരുന്നു. BBLൽ ഇതുവരെ 9 ഇന്നിംഗ്സിൽ നിന്ന് 201 റൺസാണ് ബാബറിന്റെ സമ്പാദ്യം. 107 താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ടൂർണമെന്റിൽ ഇതുവരെ ആകെ 3 സിക്സാണ് ബാബറിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത്. ദിവസങ്ങൾക്ക് മുമ്പാണ് മെല്ലപ്പോക്കിന്റെ പേരിൽ മുഹമ്മദ് റിസ്വാനോട് മെൽബൺ റെനഗേഡ്സ് നായകൻ വിൽ സദർലാൻഡ് കയറിപ്പോരാൻ ആവശ്യപ്പെട്ടത്. കളി 18ാം ഓവർ അവസാനിക്കുമ്പോൾ 4ാമനായി ക്രീസിലെത്തിയ റിസ്വാന്റെ സംഭാവന 23 പന്തിൽ 26 റൺസായിരുന്നു. 2 ഫോർ, 1 സിക്സ്. ബാറ്റ് വീശിയത് 113 സ്ട്രൈക്ക് റേറ്റിൽ. ടീം സ്കോർ 4 വിക്കറ്റിന് 153 നിൽക്കുമ്പോഴാണ് മെൽബൺ നായകൻ പാക് താരത്തെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ റിസ്വാനെ തിരിച്ചു കയറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അടുത്ത 2 ഓവറിൽ മെൽബൺ സ്കോർ ചെയ്തത് വെറും 16 റൺസ്. ആ കളിയിൽ മെൽബൺ പരാജയപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത മത്സരത്തിലും റിസ്വാന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല.
പേർത്ത് സ്കോച്ചേഴ്സിനെതിരെ പാക് താരം അടിച്ചെടുത്തത് 4 പന്തിൽ 3 റൺസ്. 6-ാം ഓവറിൽ ക്രീസിലെത്തി. 7-ാം ഓവറിൽ വിക്കറ്റ് നൽകി മടങ്ങി. ഏറെ വിവാദമായ റിട്ടേൺ ഔട്ടിന് ശേഷം ഇത്രയും അപമാനമൊന്നും സഹിക്കേണ്ടതില്ലെന്നും ബിഗ് ബാഷ് ലീഗ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാനുമാണ് മുൻ പാക് താരം കമ്രാൻ അക്മൽ റിസ്വാനോട് ആവശ്യപ്പെട്ടത്. 9 മത്സരങ്ങളിൽ നിന്ന് 101 സ്ട്രൈക്ക് റേറ്റിൽ 170 റൺസാണ് സീസണിൽ റിസ്വാന്റെ ആകെ സമ്പാദ്യം. 20 ബാറ്റിംഗ് ആവറേജ്. ഒറ്റ സിക്സറാണ് താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് ആകെ പറഞ്ഞത്. നേരത്തെ തൻ്റെ BBL ഡെബ്യൂവിൽ ഒറ്റ ഓവറിൽ 2 ബീമറുകൾ എറിഞ്ഞതിനെ തുടർന്ന് ബ്രിസ്ബൻ ഹീറ്റ് താരം ഷഹീൻ അഫ്രീദിയെ അമ്പയർ പിന്നെ പന്തെറിയാൻ അനുവദിക്കാതിരുന്നതും വലിയ വാർത്തയായിരുന്നു. 2.4 ഓവർ എറിഞ്ഞ അഫ്രീദി 16 എക്കോണമിയിൽ 43 റൺസാണ് തൻ്റെ BBL അരങ്ങേറ്റത്തിൽ വിട്ടു നൽകിയത്. ലീഗിൽ 4 മത്സരം മാത്രം കളിച്ച അഫ്രീദി പരിക്കിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. ആകെ വീഴ്ത്തിയത് 2 വിക്കറ്റ്. എക്കോണമി ആകട്ടെ 11. IPL-ൽ പാക് താരങ്ങൾക്ക് കളിക്കാനാകുമായിരുന്നെങ്കിൽ ബാബർ അസമിന് ഉറപ്പായും 30 കോടിക്ക് മുകളിൽ ലഭിക്കുമായിരുന്നു എന്ന് മുൻ പാക് താരം തൻവീർ അഹമ്മദ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ പ്രസ്താവന ഇപ്പോൾ എയറിലാണ്. 4,20,000 ഓസ്ട്രേലിയൻ ഡോളറാണ് ബിഗ് ബാഷ് ലീഗിൽ ബാബർ അസമിൻ്റെ പ്രതിഫലം. ഏകദേശം 2.36 കോടി രൂപ വരും ഇത്. ഷഹീൻ അഫ്രീദി, മുഹമ്മദ് റിസ്വാൻ, ഹാരിസ് റൌഫ് എന്നിവർക്ക് ലഭിക്കുന്നത് $2,70,000 അഥവാ 1.52 കോടി.